മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. അതാണ് അനലോഗ്സ് ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതുപോലെ എടുത്ത് കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ് മാഗ്നറ്റിസത്തിൽ. അവയ്ക്ക് സിമിലാരിറ്റീസ് ഉണ്ട്. എല്ലാ ഇക്വേഷൻസിലും എല്ലാ കോൺസെപ്റ്റിലും എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ ആണോ? സോ നമുക്ക് നോക്കാം എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ് ഇക്വേഷനിലും ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് സിമിലാരിറ്റി ആണ് കൂളോംസ് ലോ. എന്താ കൂളോംസ് ലോ പറയണേ? കൂളോംസ് ലോ പറയണത് Q1 Q2 ഇങ്ങനെ രണ്ട് ചാർജുകളുണ്ട്. ഈ ചാർജിന്റെ പ്രത്യേകതയുണ്ട്. ചാർജ് എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് ആണ്. ചാർജ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് ആണ്. സോ ഈ രണ്ട് ചാർജിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, R എന്ന ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവയ്ക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R² ആണ്. ഓക്കെ ആണോ? ഇതുപോലെ മാഗ്നറ്റിസത്തിലും ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് ആരാണ്? കറണ്ട് എലമെന്റ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. സോ ഇത് I1 കറണ്ട്, ഇത് I2 കറണ്ട്. അവയ്ക്ക് ഇടയിലൊരു അകലമുണ്ട്, R എന്ന അകലമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് പറഞ്ഞു തന്നേ. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് വിച്ച് ഇസ് ഈക്വൽ ടു μ0 I1 I2 ഡിവൈഡ് ബൈ 2πr. നമുക്ക് വേണമെങ്കിൽ ഇതിനെയാണെങ്കിൽ ഒന്ന് മുറിച്ച് നല്ല രീതിയിൽ എഴുതാം. സോ μ0 ഡിവൈഡ് ബൈ 2π എന്ന് വരും ഇൻറ്റു I1 I2 ഡിവൈഡ് ബൈ R എന്ന് വരും. ഇതാണ് ഇവിടെ R എന്ന് വരും, ഇവിടെ R² എന്ന് വരും. ഇവിടെയാണെങ്കിൽ Q1 Q2 ഉണ്ട്. കണ്ടോ? ഇവിടെ എന്തുണ്ട്? I1 I2 ഉണ്ട്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? കോൺസ്റ്റന്റ് ഉണ്ട്. കണ്ടോ? സിമിലർ അല്ലേ മക്കളെ? സിമിലർ ആണ്. എങ്കിൽ അടുത്ത സിമിലാരിറ്റി നോക്ക്. അടുത്ത സിമിലാരിറ്റി ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ. ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഒരു ചാർജ് ഉണ്ട്, Q എന്ന ചാർജ് ഉണ്ട്, R അകലൊരു പോയിന്റ് ഉണ്ട്. അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? E വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ചാർജ് ഡിവൈഡ് ബൈ R² ആണ്. ഇനി ഒരു കറണ്ട് എലമെന്റ്, കറണ്ട് IDL എന്ന ഒരു കറണ്ട് എലമെന്റ് R അകലെയുള്ള ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി എന്താണ്? ചെറിയ ഇന്റൻസിറ്റി dB which is equal to μ0 divided by 4πIDL sin theta divided by R² ആണ്. സോ ഇവിടെയും R² ഉണ്ട്, ഇവിടെയും R² ഉണ്ട്. ഇവിടെയും ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഇവിടെയും ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഇവിടെയും സോഴ്സ് ഉണ്ട്. മനസ്സിലായോ? സോ ഈ രണ്ട് ഇക്വേഷൻ എന്താ മക്കളെ? സിമിലർ ഇക്വേഷൻ അല്ലേ? ആണ്. ഇനിയുണ്ട് ഗോസസ് ലോ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? E ഡോട്ട് ds. ഗോസസ് ലോ എന്താ പറയുന്നത്? E ഡോട്ട് ds which is equal to 1/ε0 times of net charge enclosed. ഇതാണ് ആര് പറയണേ? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറയണത്. ഇനി ആംപിയർ സർക്യൂട്ടിൽ എന്താ പറയണേ? ലൈൻ ഇന്റഗ്രൽ ഓഫ് B ഡോട്ട് dl which is equal to μ0 times of I enclosed. നോക്കൂ മക്കളെ, എൻക്ലോസ്ഡ്, കോൺസ്റ്റന്റ്, ഫീൽഡ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ, ക്ലോസ് ലൈൻ ഇന്റഗ്രൽ, ഇത് സർഫസ് ഇന്റഗ്രൽ, ഇത് ലൈൻ ഇന്റഗ്രൽ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാര്യം ഇത് 3D സ്പേസ് ആണ്, ഇത് 3D ആണ്. ഇതെന്താണ്? 2D സ്പേസ് ആണ്, 2D ആണ്. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? സോ സിമിലർ ഇക്വേഷൻ അല്ലേടാ. സോ ഗോസസ് ലോ എങ്ങനെയാണോ അതുപോലെയാണ് ആംപിയർ സർക്യൂട്ട് ലോ, സിമിലർ ആണ്. ഇനി സിമിലാരിറ്റീസ് കാണിച്ചു തരാം. നമുക്കറിയാം ഇവിടെ ഒരു ഡൈപോൾ എന്ന് എഴുതിക്കും. ഡൈപോൾ ആണ്. ഇത് +Q, ഇത് -Q. ഇവയ്ക്കിടയിലുള്ള അകലമാണ് 2a. സോ ഇത് ഡൈപോൾ ആണ്. ഡൈപോളിന് രണ്ട് ആക്സിസ് ഉണ്ട്. ഇതെന്താണ്? ആക്സിയൽ ആക്സിസ്. ഇവിടുത്തെ ഒരു പോയിന്റ് ആണ് R അകലെയുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾ പറയും സർ, 1/4
4 pi epsilon 0 into 2p divided by r cube ആണ്. ഇത് അതിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ ആണ്. ഇങ്ങോട്ടുള്ള അകലം 6 ആണ് എങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 into p divided by r cube ആണ്. ശരിയല്ലേ? ഇതുപോലെ ഇത് ഡൈപോൾ ആണെങ്കിൽ ഇതും ഡൈപോൾ തന്നെയാണ്. ഇത് മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ശരിയാണോ? എന്താണ്? കറണ്ട് ക്യാരി ലൂപ്പ് എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഇതിനും എന്തുണ്ട്? ഇതിനും രണ്ട് ആക്സിസ് ഉണ്ട്. ഇത് ആക്സിയൽ ആക്സിസ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു μ0 I r square divided by 2 into r square plus r square the whole raised to 3 by 2. ശരിയാണോ? ശരിയാണ്. ഇനി ഞാൻ പറയുകയാണ് ക്യാപിറ്റൽ ആറിനേക്കാളും വളരെ വലുതാണ് നമ്മൾ അങ്ങനെ എടുക്കാൻ പോവുകയാണ്. ക്യാപിറ്റൽ ആറിനേക്കാളും വളരെ വലുതാണ് സ്മോൾ ആർ എന്ന് കരുതുക. അപ്പൊ എങ്ങനെ വരും? അപ്പോൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ ക്യാപിറ്റൽ ആറിനേക്കാളും വളരെ വലുതാണ് സ്മോൾ ആർ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇവനെ അവോയ്ഡ് ചെയ്ത് കളയാം. സ്മോൾ ആർ ഈ ക്യാപിറ്റൽ ആറിനെ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ഇഫ് ആർ ഈസ് വെരി ലാർജ് ദാൻ ക്യാപിറ്റൽ ആർ എന്ത് ചെയ്യാം? ഈ ആഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് കളയാം. അങ്ങനെയെങ്കിൽ ബാക്കി എന്ത് വരും? ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0 I r സ്ക്വയർ. അത് അതുപോലെ എഴുതണം. ഡിവൈഡ് ബൈ 2 into ഇനി ആരുണ്ട്? ആർ സ്ക്വയറും സ്ക്വയറും വെട്ടിപ്പോവും. ആർ ക്യൂബ് എന്ന് വരും. സോ മാറ്റി എഴുതാൻ പോവുകയാണ്. ബി വിച്ച് ഈസ് ഈക്വൽ ടു കിട്ടിയ ഇക്വേഷൻ എന്താണ്? μ0 I r സ്ക്വയർ ഡിവൈഡ് ബൈ 2 into r ക്യൂബ് എന്നാണ്. മക്കളെ ഈ ഇക്വേഷന്റെ മുകളിലും താഴെയും ഞാനൊരു 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഒരു 2π കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇങ്ങനെ വരും വിച്ച് ഈസ് ഈക്വൽ ടു μ0 നമ്മൾ അതുപോലെ എഴുതി, I അതുപോലെ എഴുതി. ഇനി പൈ ആർ സ്ക്വയർ. ഈ പൈ ആർ സ്ക്വയർ എന്താണ്? പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയാണ്. ഏരിയ ഇൻറ്റു 2 ഡിവൈഡ് ബൈ ഇത് 4π എന്ന് വരും. അതുപോലെ ഇത് ആർ ക്യൂബ് എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും μ0 by 4π. കണ്ടോ? ഇതെന്താണ്? 2 നമ്മൾ ആദ്യം എഴുതി. I into a എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. ഡിവൈഡ് ബൈ ആർ ക്യൂബ്. സോ ഇവിടെ എന്താണോ ഇക്വേഷൻ അതുപോലെ വന്നു ഇവിടുത്തെയും ഇക്വേഷൻ. ശരിയാണോ? ആര് വളരെ വലുതാണെങ്കിൽ ഡൈപോളിന്റെ ലെങ്തിനേക്കാളും വളരെ വലുതാണ് ആരെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കിട്ടിയത്. ഇവിടെയാണെങ്കിൽ ഡൈപോളിന്റെ റേഡിയസിനേക്കാളും വളരെ വലുതാണ് സ്മോൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതാണ് μ0 by 4π. നമുക്ക് μ0 by 4π 1 by 4π എപ്സിലോൺ 0ക്ക് പകരം μ0 by 4π. അതുപോലെ 2p എന്ന് പറഞ്ഞാൽ 2 into ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. എന്താണ്? 2 into മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിവൈഡ് ബൈ ആർ ക്യൂബ്. ഇതുപോലെ നമുക്കാണെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈനും പറയാൻ പറ്റും. സിമിലർലി ഇക്വേറ്റർ ലൈനിൽ പോയിന്റ് ഉണ്ട്, പോയിന്റ് പി. സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ എത്രയായിരിക്കും? സെയിം ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും μ0 by 4π എന്ന് എഴുതാം. ഇവിടെ പി എ ഉള്ളൂ, ഇവിടെ 2p ഉണ്ട്. സോ ഇവിടെ 2m ഉണ്ട്. ഇവിടെ m എന്ന് എഴുതിയാൽ മതി. ഡിവൈഡ് ബൈ ആർ ക്യൂബ്. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. മനസ്സിലായോ? സോ ആരും തമ്മിൽ ബന്ധമുണ്ട്. ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ ബന്ധമുണ്ട്. നോക്കാം. ഇവിടെയാണെങ്കിൽ രണ്ട് ചാർജുകൾ നോക്ക്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ചാർജുകൾ പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും 2a അകലത്തിൽ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇവിടെയാണെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഓക്കെ ആണോ? ശരി. ഇനിയാണെങ്കിൽ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് എന്താണ്? ഡൈപോൾ മൊമെന്റ് P വിച്ച് ഈസ് ഈക്വൽ ടു 2a ആണ്. Q into 2a ആണ്. ചാർജ് ഇൻറ്റു 2a ആണ് എന്തെന്ന് പറയണത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയണത്. ഇവിടെയാണെങ്കിലോ ഡൈപോൾ മൊമെന്റ് M വിച്ച് ഈസ് ഈക്വൽ ടു I into ഏരിയ ആണ്. രണ്ടും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ 1 by 4π എപ്സിലോൺ 0 ഇൻറ്റു ആക്സൽ ലൈൻ ആണെങ്കിൽ 2p ഡിവൈഡ് ബൈ ആർ ക്യൂബ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും?
μ0/4π 2m ഡിവൈഡ് ബൈ r ക്യൂബ് ആയിരിക്കും. അതുപോലെയാണെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈനിലാണെങ്കിൽ എത്രയാണ് 1/4π ε0 ഇൻറ്റു പി ഡിവൈഡ് ബൈ r ക്യൂബ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും നമ്മൾ തൊട്ടുതന്നെ പറഞ്ഞതാണ് 1/4π μ0/4π ഇൻറ്റു m ഡിവൈഡ് ബൈ r ക്യൂബ് ആണ്. ഓക്കെ ആണോ? ഒരു ഭാഗത്ത് 2m ആണ്, മറ്റു ഭാഗത്ത് m ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലായി. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അനലോഗ്സ് വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയിലും മാഗ്നറ്റിസത്തിലും സെയിം സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്, സെയിം കൈൻഡ് ഓഫ് ഇക്വേഷൻസ് ആണ്, സെയിം ഫോമാറ്റ് ആണ്. പക്ഷേ ആണെങ്കിൽ അവ തമ്മിൽ എന്തുകൊണ്ട് നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ടേംസിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആക്ച്വലി കൺസ്ട്രക്ഷൻ വൈസ് ഇത് സിമിലർ ആണ്. അതുകൊണ്ട് വേഗം വിളിക്കുന്ന പേരാണ് അനലോഗുകൾ എന്ന് വിളിക്കാറുണ്ട്, പകരക്കാർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ ആണോ? സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.